ഇപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിൻ്റെ മകൻ എത്തിയിട്ടുണ്ട്. സനന്ദൻ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ പുറപ്പെട്ടിരുന്നു. അദ്ദേഹം എത്തിയിട്ടില്ല എന്ന് നേരത്തെ ഹാൻസ് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അവിടെ എത്തിയതായിട്ട് ഹാൻസ് ആ വിവരം അറിയിക്കുന്നുണ്ട്. അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇദ്ദേഹം. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടും മറ്റുമൊക്കെ ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടിരുന്നത്. കുടുംബത്തിൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇവരുടെ ഈ സമാധിയാണ്, അതുകൊണ്ട് നിങ്ങൾക്കാർക്കും ഇടപെടാൻ അവകാശമില്ല എന്ന തരത്തിലുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഈ മകനാണ്. എന്തായാലും ആ മകനെ അവിടെ പോലീസ് എത്തിച്ചിട്ടുണ്ട്. ഹാൻസ് എപ്പോഴാണ് എത്തിയത്? ഒറ്റയ്ക്കേ ഉള്ളൂ അയാൾ? എന്താണ് അതിൻ്റെ വിവരങ്ങൾ? സനീഷ്, നിലവിൽ സനന്ദനും മറ്റൊരു യുവതിയും കൂടെ ചേർന്നാണ് നിലവിൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് സമീപമാണ് ഇപ്പോൾ എത്തിച്ചേർക്കുന്നത്. അദ്ദേഹത്തെ പോലീസ് സുരക്ഷയോടെ കൂടെ തന്നെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുന്ന മോർച്ചറി കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹം ഒരു വശത്ത് മാറിയിരിക്കുന്നത്. അദ്ദേഹം ഒറ്റയ്ക്കാണ് ഇപ്പോൾ നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്ന കെട്ടിടത്തിലുള്ളത്. നിമിഷങ്ങൾക്ക് മുമ്പായിരുന്നു അത് പോലീസ് വാഹനം, അദ്ദേഹത്തെ വെച്ചുള്ള പോലീസ് വാഹനം ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നത്. ഇനിയിപ്പോൾ അദ്ദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കും വരെ ഇവിടെ ഇദ്ദേഹം കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ട്. നിലവിൽ അദ്ദേഹം ആരോടും പ്രതികരിക്കാൻ കഴിയുന്ന ഒരു മനോഭാവത്തിലല്ല. അതിനോടൊപ്പം തന്നെ പോലീസ് സുരക്ഷയും അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. അതിനാൽ നമുക്ക് പ്രതികരണങ്ങളൊന്നും തേടാൻ കഴിയാത്ത അവസ്ഥയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്ന അദ്ദേഹം വളരെയധികം ടെൻഷനിലാണ്, അദ്ദേഹം അസ്വസ്ഥനാണ്. കാരണം നമുക്ക് അറിയാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അച്ഛൻ സമാധിയായെന്നുള്ള വിവരം തന്നെയാണ് തുടക്കം മുതൽ മക്കളും കുടുംബാംഗങ്ങളും എല്ലാം മാധ്യമങ്ങളോടക്കം വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അതിൽ അവർ ഉന്നയിച്ച മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. 42 ദിവസത്തോളം അച്ഛനെ സമാധിയാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ തന്നെ അച്ഛൻ്റെ മൃതദേഹം സംസ്കരിക്കണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോകണമെന്ന്. പക്ഷേ അത് നടന്നില്ല, അല്ലെങ്കിൽ അത് ഭംഗം വന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി സനന്ദന് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതാണ്. ഏതായാലും മൃതദേഹം ഏറ്റുവാങ്ങാനായിട്ട് സനന്ദനും മറ്റൊരു ബന്ധുവും കൂടെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം ഏറ്റുവാങ്ങാനായിട്ട് അങ്ങോട്ട് എത്തിച്ചേരണമെന്ന് മകനോട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. മകനും മറ്റൊരു ബന്ധുവും കൂടെ ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരാം ഹാൻസ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ അതാത് സമയത്ത് നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്.